വർമ്മ സാർ, ഞാൻ സാറിന്റെ ഒരു വെൽവിഷറാണെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. അനന്തരാമൻ കള്ളു കുടിക്കാൻ ഒരു വിഷയം ഉണ്ടാക്കാണോ? പറയണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ അപ്പ പറയാന്നുള്ളതാണ് എന്റെ ഒരു സ്വഭാവം. സ്വഭാവത്തിൽ മാറ്റം വരുത്തണ്ട, പറഞ്ഞോളൂ. ഒന്ന് കല്യാണം കഴിച്ചാലോ? കഴിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ബോംബെയിലെ ഭാര്യ മിസസ് നയന അനന്തരാമനെ എന്ത് ചെയ്യും? എന്റെ കാര്യമല്ല പറഞ്ഞത്, സാറിന്റെ കാര്യ. ഞായറാഴ്ച ആയതുകൊണ്ടാണോ ഡൊമസ്റ്റിക് വിഷയങ്ങളിലേക്ക് കിടക്കുന്നത്? സീരിയസ് ആയിട്ട് പറയാ, ഒരു മാരേജ് പ്രപ്പോസൽ. ഒരു കാൽക്കുലേഷനും ഇല്ലാതെ ഏതെങ്കിലും ഒരു പ്രപ്പോസൽ ഞാൻ ഇതുവരെ സാറിന് മുമ്പ് വെച്ചിട്ടുണ്ടോ? കേൾക്കട്ടെ, ഏതാ കുട്ടി? സുദർശന. യെസ്. ഏയ് താനിത് അതൊന്നും ശരിയാവില്ല. ഇക്കാര്യത്തിൽ മറ്റു നിർബന്ധങ്ങളൊന്നും ഇല്ലെങ്കിൽ ശരിയാവണം. അവർക്കും നമ്മുടെ പത്രത്തിൽ ഷെയർ ഉള്ളതാണല്ലോ. അത് അന്യാസീനപ്പെട്ടു പോകേണ്ട കാര്യമില്ലല്ലോ. അത് ശരിയാവില്ല. അതെന്താ സാർ അങ്ങനെ പറയുന്നത്? അവൾക്ക് എന്നോട് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാവാൻ വഴിയില്ല. അനിയനുമായിട്ടുള്ള അടുപ്പം കൊണ്ടല്ലേ? അതുകൊണ്ട് തന്നെയാ ഞാൻ ഈ പ്രൊപ്പോസൽ വെച്ചത്. വർമ്മ സാർ ഒന്നും മനസ്സിലാക്കണം. 2 സഹോദരന്മാരുള്ള എഴുത്തുവര വീട്ടിൽ 2 പേർക്കും ഒരുപോലെ അവകാശപ്പെട്ട ഒരു പത്രവും ഒരു മുറപ്പെണ്ണും. 2ഉം ഒരാളുടെ കയ്യിൽ തന്നെ നിൽക്കണം. അയാൾക്കേ പവറുള്ളൂ. പക്ഷേ സുദർശനയും അനിയൻകുട്ടനും തമ്മിൽ എനിക്ക് ക്ലിയർ അല്ല. ഇതുവരെ ലൈൻ ക്ലിയർ ആയിട്ടില്ല. ക്ലിയർ ആയേക്കും. ആ ഫീല് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ മുന്നറിയിപ്പ് തരുന്നത്. എല്ലാത്തിനും ഒരു ടൈമിംഗ് ഉണ്ട് സാർ. എ മൈൽ നോക്ക് അറ്റ് ദ റൈറ്റ് ടൈം, ദ ഡോർ വിൽ ബി ഓപ്പൺ ഫോർ യു. എന്നും പവർ വർമ്മ സാറിന്റെ കയ്യിൽ തന്നെ ഇരിക്കും. അനിച്ചേട്ടാ, ഒന്ന് ഇങ്ങോട്ട് നോക്ക്, കുറച്ചും കൂടി. ആ, റെഡി, ബെസ്റ്റ്. സുധു, ഞാൻ ഈ അഗ്നിദേവനെ പറ്റി വായിച്ചു. അപ്പൊ അതിലെ സുദർശന നല്ല പത്തര മാറ്റുള്ള തങ്ക കട്ടി പോലുള്ള സുദർശന. പുരാണങ്ങളിലെ കിരീടവും നെറ്റിപ്പട്ടവും ഒക്കെ ഉള്ള സുദർശന. നീയല്ല, നിന്റെ തലയില് കിരീടം വെച്ച കാലിപ്പെട്ടിയുടെ മുകളിൽ സൂട്ട് കേസ് വെച്ച പോലെ ഇരിക്കും. അപ്പൊ ഈ സുദർശനയുടെ കാമുകനായിരുന്നു അഗ്നിദേവൻ. അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് സുദർശനായ നിനക്കും വേണമെങ്കിൽ ഒരു കാമുകനാകാമല്ലോ എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കായിരുന്നു. അയ്യടാ, എനിക്ക് ഈ കാമുകനും പ്രേമവും ഐ ലവ് യു എന്നും എനിക്കിതൊന്നും ഇഷ്ടല്ല. ഓഹോ, പിന്നെ നീ നിന്റെ സങ്കല്പത്തിലെ ഭർത്താവ് എണ്ണക്കറുപ്പനാണെന്നോ അവന്റെ തലവഴി എണ്ണ ഒഴിച്ച് കുളിപ്പിക്കണം എന്നൊക്കെ വലിയ വാചം അടിക്കുന്നതായിട്ടല്ലോ പെമ്പിളാടുത്ത് ഇന്നലെ. അത് വാചകടി, ചർച്ചയല്ലേ? ഉയ്യോ, ചർച്ചയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ഇന്നലെ ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു ചെന്നപ്പോ എല്ലാരും കിടന്ന് ഉറക്കമായി. മേശപ്പുറത്ത് കഞ്ഞിയും വയറും കുന്തമൊക്കെ വെച്ചിട്ടുണ്ട്. ഞാനതെല്ലാം കൂടെ കലക്കി കുടിച്ചിട്ട് പാത്രം കഴുകി ഷെൽഫി വെച്ചു. എല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തത്. പക്ഷെ ആളില്ല അവിടെ, ഞാൻ തനിച്ചേ ഉള്ളൂ. പാവം ഞാൻ. എന്നിട്ട് ഞാൻ കിടന്ന് ഉറക്കമില്ല. എന്താ ലൈറ്റ് ഓഫ് ചെയ്തില്ലേ? അതാ ഈ പറഞ്ഞു വരുന്നത്. ലൈറ്റ് ഓഫ് ചെയ്തപ്പോഴാ പ്രശ്നം. കണ്ണടച്ച് കാണും. ഇല്ല, കണ്ണടച്ചു പോലും കാണത്തില്ലെന്നാ തോന്നുന്നത്. ചുമ്മാ ഓരോരുത്തർ ഇങ്ങോട്ട് കയറിയോ ചോദിക്കല്ലേ, ഇയാൾ എന്താ ഇങ്ങനെ ചുമ്മാ കിടന്നുറങ്ങിയാ മതിയോ? പ്രേമിക്കൊന്നും വേണ്ടായോ? അനിയൻ കുട്ടാ പ്രേമിക്കണ്ടേ, അനിയൻ ചേട്ടാ പ്രേമിക്കണ്ടേ എന്ന് പറഞ്ഞ വലിയ ബഹളം. എന്താ ഇങ്ങനെ? അറിയില്ലേ, ഇതിനു മുമ്പ് എനിക്കിങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. മാറ്റിയെടുക്കണമല്ലോ. അതിനിപ്പോ എന്താ ഒരു വഴി? പെണ്ണ് കെട്ടണം. എനിക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. എനിക്ക് പരിചയമില്ലാത്ത പെണ്ണുങ്ങളെ കെട്ടുക എന്ന് വെച്ചാൽ ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. ഇപ്പോ നിന്റെ കാര്യം തന്നെ ഞാൻ പറയാം. നീ ഇപ്പൊ നമ്മുടെ അടുത്ത വീട്ടിലെ ആനക്കാരന്റെ മോളോ, തയ്യൽ ടീച്ചറോ, അല്ലെങ്കിൽ ടൈപ്പോ, ഇനി പാരലൽ കോളേജ് തോറ്റ് കിടക്കുന്ന പെണ്ണാണെങ്കിൽ പോലും മുടിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ കയറി കെട്ടിയനെ. അടുത്തറിയാമല്ലോ. അനിയൻ ചേട്ടൻ ഇപ്പൊ തന്നെ കെട്ടണമെങ്കിൽ ഞാൻ നല്ലൊരു പെൺകുട്ടി അന്വേഷിച്ച് മുത്തശ്ശിയുമായി വിശദമായ ഒരു ചർച്ച നടത്തി തീരുമാനം അറിയിക്കാം. വേണ്ട, നിന്റെ ചർച്ച വെറും വാചകമടി ആയതുകൊണ്ട് മുത്തശ്ശിയുമായി ഞാൻ വിശദമായ ഒരു ചർച്ച നടത്തി വളരെ സ്ട്രോങ് ആയ ഒരു തീരുമാനം നിന്നെ അറിയിക്കാം. അതുവരെ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നോളാം. നീ കണ്ണടച്ചു കിടന്നോ. കേറ. എന്നാ നിന്നെ സ്വനഗ്രാഹി. എന്താ ഇതനിയൻകുട്ട? ഇത് കോട്ടുവായിടുന്ന മഹാകവിയത്രി. ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. ഇതങ്ങോട്ട് പിടിച്ചേ. കൈവിട്ട് കളയരുത്.
വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മുത്തശ്ശിയോട് പറയാൻ പോവാണ്. ഇടയ്ക്കിടയ്ക്ക് കോട്ടുമായിട്ട് മാറ്ററിന്റെ സീരിയസ്നെസ് കളയരുത്. ഒരു കല്യാണക്കാര്യ പറയൂ. നമ്മുടെ പുതുവിനെ ഒരു രസികൻ ആലോചന. രസികൻ എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ആലോചന. ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ദ ബെസ്റ്റ് ആലോചന. ഒക്കെ ഞാൻ അറിഞ്ഞു കുട്ടി. അറിഞ്ഞോ? എങ്ങനെ അറിഞ്ഞു മുത്തശ്ശി? അവള് പറഞ്ഞോ? അവൾ ഇങ്ങനത്തെ കാര്യം പറയോ? പാർവതി പറഞ്ഞു. അമ്മയുടെ അടുത്ത് വരെ എത്തിയോ ഈ കാര്യം? ആ അപ്പൻ നേരിട്ട് പറയായിരുന്നു. അപ്പേട്ട് നിനക്ക് വിശ്വസിക്കാൻ പറ്റണില്ല അല്ലേ? നമ്മുടെ സുധുവിനെ അവൻ ഇഷ്ടപ്പെടുക എന്ന് വെച്ചാ ഞാൻ ഇക്കാര്യം എങ്ങനെ അവനോട് പറയുമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. അവളെ എന്നെ ഏൽപ്പിച്ചിട്ടാ എന്റെ മുൻ പോയത്. അവന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. എന്റെയും. വിഷ്ണുമായി രക്ഷിച്ചു. നീ എന്താ ആലോചിക്കണേ? ഒന്നുമില്ല. എനിക്ക് ആദ്യം ഇത് മുത്തശ്ശിയോട് പറയാൻ പറ്റിയില്ലല്ലോ എന്ന് ആലോചിക്കുകയായിരുന്നു. ഒരുപാട് താമസിച്ചു. ഞാൻ കിടക്കട്ടെ. മോനെ ക്യാമറ. അനിയൻകുട്ടാ, എന്താ അമ്മായി? എന്തിനാ വിളിപ്പിച്ചേ? എനിക്ക് ഒരു കൂട്ടം പറയാനുണ്ട്. ആ വേണ്ട. എന്താ ഉണ്ടായേ? വല്യമ്പുരാട്ടി ഇന്നലെ എന്നെ വിളിപ്പിച്ച് സുധുവിന് ഏട്ടകുഞ്ഞിനെ കൊണ്ട് കെട്ടിക്കണമെന്ന് പറഞ്ഞു. കുഞ്ഞിന്റെ അമ്മാവന്റെയും വലിയ ആഗ്രഹമായിരുന്നു അത്. എനിക്കത് പറയാനുള്ള യോഗ്യതയും അവകാശമുണ്ടോ കുഞ്ഞ്? വിളക്കിൽ തിരി താഴ്ത്തുന്നത് പോലെ എല്ലാം മനസ്സിലൊതുക്കി കഴിയുമ്പോഴാ ഇന്നലെ വല്യമ്പുരാട്ടി വിളിച്ചിട്ട് പറഞ്ഞത്. അത് നല്ല കാര്യമല്ലേ അമ്മായി? അപ്പൊ കരയാ വേണ്ട? അവള് സമ്മതിക്കുന്നില്ല കുഞ്ഞ്. എന്താ കാര്യം? അവൾക്ക് താല്പര്യമില്ലത്രേ. കുഞ്ഞ് അവളെ പറഞ്ഞൊന്ന് സമ്മതിപ്പിക്കണം. കുഞ്ഞ് പറഞ്ഞാലേ അവള് കേൾക്കൂ. അത് ഞാൻ പറയാം. പിന്നെന്താ? അവളോടെ വിളിക്കുക. ഞാൻ പറഞ്ഞേക്കാം. സ്നേഹമുള്ള തൊഴിലാളി സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എന്റെ വിനീതമായ നമസ്കാരം. അണ്ണന് ഇത് അറിഞ്ഞു കാണില്ല. ഇവിടെ വന്നപ്പോഴാ എല്ലാരും അറിയുന്നത്. ഞാൻ വന്നപ്പോ അനന്തരാമൻ സാർ 4 പേരെ കൊണ്ട് കസേര പെറുക്കിടിക്കുന്നു. എന്റെ നിന്ന് ഒരെണ്ണം കൊണ്ടിടാൻ. ഈ സ്ഥാപനത്തിൽ നിന്നും പെൻഷൻ പറ്റി വളരെ കാലമായിട്ടും ഈ സ്ഥാപനത്തിൽ തന്നെ എന്താ ഇവിടെ മീറ്റിംഗ്? പ്രവർത്തിച്ച നമ്മുടെ വാസുവിനെ പറഞ്ഞേക്കാൻ പോവുക. ഞാൻ ഇവിടെ രേഖപ്പെടുത്തട്ടെ. എല്ലാവിധ ആനുകൂല്യങ്ങളും നൽകിയാണ് അദ്ദേഹത്തെ യാത്രയാക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതുപോലെ അറിയാവുന്ന ശ്രീ വാസുദേവ വാര്യരെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ടതില്ലല്ലോ. അദ്ദേഹത്തിന് ഞാൻ സർവമംഗളങ്ങളും നേരുന്നു. നമ്മുടെ വകയായി ഈ ഉപഹാരം സ്വീകരിക്കുവാൻ ഞാൻ ശ്രീ വാസുദേവ വാര്യരെ ക്ഷണിക്കുന്നു. അന്ന് കൊടുത്തേക്കും. വേണ്ട, നീ കൊടുത്താ മതി. ശ്രീ വാസുദേവ വാര്യർ നമ്മളോട് 2 വാക്ക് സംസാരിക്കും. തീർത്ഥാടനത്തിനാണെങ്കിൽ പോലും എന്നേക്കുമായി തറവാട് വിട്ടിറങ്ങേണ്ടി വരുമ്പോ ഏത് യോഗിയുടെയും മനസ്സൊന്ന് പിടയ്ക്കും. ആ പിടപ്പ് ഞാനിപ്പോൾ അനുഭവിക്കുകയാണ്. ഒന്നും പറയാൻ കഴിയുന്നില്ല. എനിക്കാരോടും പരിഭവമില്ല. എല്ലാവരും
നന്നായിരിക്കണം. പ്രായമായ അച്ഛൻ മരിച്ചു കിട്ടണേയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മരുന്ന് കൊടുക്കുന്ന മകൻ പരിഷ്കാര ലോകത്തിന്റെ പ്രാക്ടിക്കൽ പ്രതിനിധിയാണ്. നല്ല മനുഷ്യർക്ക് പരിഷ്കാരമല്ല, സംസ്കാരമാണ് വലുത്. ഈ കെട്ടിടത്തിൽ നിന്ന് വാസുവേട്ടൻ പോകുന്നുള്ളൂ. എന്റെ മനസ്സിൽ നിന്ന് വാസുവേട്ടനെ ഞാൻ ഒരിക്കലും പറഞ്ഞയക്കില്ല. കുഞ്ഞ്, ഭാര്യർക്കും മടുത്തിട്ടുണ്ടാവും. പൊയ്ക്കോട്ടെ. എന്നാലും നിനക്ക് എന്നോടൊന്ന് ചോദിക്കായിരുന്നില്ലേ കുട്ടിയെ? മാന്യായിട്ട് മുത്തശ്ശിയാളെ പറഞ്ഞു വിട്ടത്. അതെ, ചെയ്ത തെറ്റിന്റെ കൂടെ മാന്യമായിട്ട് എന്നൊരു വാക്ക് ചേർത്താൽ തെറ്റ് തെറ്റല്ലാതാവില്ല. മാന്യമായിട്ട് ഡിസ്മിസ് ചെയ്യുക, മാന്യമായിട്ട് മുഖത്ത് വെക്കുക, മാന്യമായിട്ട് കഴുത്തിറക്കുക. മുത്തശ്ശന്റെ പാരമ്പര്യത്തെ ഒരു ഉണക്ക വിളക്കൊടുത്ത് താൻ പറഞ്ഞു വിട്ടത്. ഇപ്പൊ മുത്തശ്ശി അനിയൻകുട്ട എന്ന് വിളിക്കും. വിളിക്കണ്ട, ഞാൻ നിർത്തി, മാന്യമായിട്ട് നിർത്തി. 40,150 രൂപയായി. വിത്ത് എക്സ്ട്രാ ഫിറ്റിംഗ്സ്. ഒരൊറ്റ ചെക്കിൽ എഴുതി തള്ളി അപ്പേട്ടൻ. തരാൻ മനസ്സും കൂടി വേണേ. സൂക്ഷിച്ചോടിക്കണം. പോവാം. ആ ചേച്ചി അങ്ങോട്ടാ. ഇനി തൊട്ട് ചേച്ചിയെ ഞാൻ കൊണ്ടുപോവുകയും കൊണ്ടുവരികയും ചെയ്താൽ മതി എന്ന് അപ്പേട്ടൻ പറഞ്ഞിട്ടുണ്ട്. വേണ്ട വേണ്ട, അങ്ങോട്ട് കയറിയാൽ മതി. ചേച്ചി, ഒരു ജനത സ്വയം താഴാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് വേലിതന്റെ വിളവ് തിന്നുന്ന ഈ ഭരണാഭാസം പിഴുതെറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എഴുതി കഴിഞ്ഞോ? സർ, ടൈറ്റിൽ എഴുതിക്കോ. നിയമസഭയും ഭരണാഭാസവും. നേരത്തെ എഴുതുന്ന എഡിറ്റോറിയൽ മാറ്റി ഇത് കമ്പോസ് ചെയ്തേക്ക്. വനം വകുപ്പ് മന്ത്രിയെയും ഹെൽത്ത് മിനിസ്റ്ററെയും ഡയറക്റ്റായി അറ്റാക്ക് ചെയ്തിരിക്കുക. ജേക്കബേ. സർ, നേരത്തെ കമ്പോസ് ചെയ്ത എഡിറ്റോറിയൽ തന്നെ കൊടുത്താൽ മതി. ഡെസ്കിലുള്ള മറ്റാരും അറിയണ്ട. യെസ് സർ. എന്റെ അച്ഛന്റെ അഭിമാനത്തെ തൊട്ട് കളിക്കാൻ ഒരുത്തരം ഞാൻ സമ്മതിക്കില്ല. ഞാൻ പറയുന്ന കേക്ക്. അച്ഛൻ എഴുതി കൊടുത്ത എഡിറ്റോറിയൽ അല്ല ഇന്നത്തെ പത്രത്തിൽ വന്നത്. നീ ഒന്ന് ക്ഷമിക്കണ്ട അനിയും. മുഖത്തടിക്കാമായിരുന്നില്ലെന്ന് അച്ഛൻ ചോദിച്ചു. എന്നോടല്ല, ഈ എഴുത്തുപുരയോട്. എനിക്കറിയണം ആരെ എഡിറ്റോറിയൽ മാറ്റിയത്. മന്ത്രിമാർ മാത്രമല്ല, അധികാര സ്ഥാനത്തുള്ള പലരും ഈ വീടുമായി ആത്മബന്ധമുള്ളവരാണ്. അവരെ അവഹേളിക്കുകയും ശത്രുക്കളാക്കുകയും ചെയ്യുന്ന അനാവശ്യമായ പത്രധർമ്മത്തിന് കൂട്ടുനിൽക്കാൻ തൽക്കാലം സാധ്യമല്ല. നിന്റെ അച്ഛന്റെ ഫ്രസ്ട്രേഷൻസ് കുത്തിക്കുറിക്കാനുള്ളതല്ല മലയാള ശബ്ദത്തിന്റെ എഡിറ്റോറിയൽ. അച്ഛന്റെ ഫ്രസ്ട്രേഷൻസോ? അച്ഛന്റെ ഏറ്റവും വലിയ ഫ്രസ്ട്രേഷനാണ് അമ്മ. എന്നെ കൊണ്ടൊന്നും പറയിക്കില്ലേ? പറയടാ, പറ. പ്രായം മറയ്ക്കാൻ അമ്മ തേച്ച് അടക്കുന്ന ഈ സൊസൈറ്റി ചായം പൂശാൻ കെ മേനോനെ കിട്ടില്ല. റമ്മി കളിച്ച് പരദൂഷണ പാർട്ടികളിൽ കോമാളി വേഷം കെട്ടുന്ന ഭർത്താവ് ഗോഷ്ഠയല്ല എന്റെ അച്ഛൻ. ആ ഒരൊറ്റ കുറവിലല്ലേ അമ്മ അച്ഛനെ നെഗ്ലക്ട് ചെയ്യുന്നത്? ചെയ്തോ. പക്ഷെ എന്റെ അച്ഛന്റെ അക്ഷരങ്ങളെ നെഗ്ലക്ട് ചെയ്താൽ. അനിയൻകുട്ടാ, ഒഫീഷ്യലായിട്ട് തന്നെ ആയിക്കോട്ടെ. ഇതാ എന്റെ റെസിഗ്നേഷൻ ലെറ്റർ. ആപ്ലിക്കേഷൻ ഫാറം പൂരിപ്പിച്ചു കൊടുത്തല്ല ഞാൻ മലയാള ശബ്ദത്തിന്റെ പത്രാധിപരായത്. നിന്റെ അമ്മയെയും മലയാള ശബ്ദത്തെയും ഒന്നിച്ച ഈ അക്ഷരത്തിന്റെ ദേവി എന്നെ ഏൽപ്പിച്ചത്. മതിയായി അമ്മേ. നമ്മുടെ പത്രമാഫീസിൽ ഒരു പുരാവസ്തുവായിരിക്കാൻ കെ മേനോന് വയ്യ. ഇതാ വാങ്ങിക്കേ. അച്ഛാ, അപ്പേട്ടനൊരു വിവരക്കേട് കാണിച്ചു എന്ന് വെച്ച് പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കരുത്. പെട്ടെന്നെടുത്ത തീരുമാനമല്ല മോനെ. ദിവസങ്ങളായി ഞാനിത് ചിന്തിച്ചു തുടങ്ങിയിട്ട്. മുത്തശ്ശി ഒന്ന് പറ. ഞാനൊന്നും പറയില്ല. മേനോൻ എനിക്കറിയാം. അച്ഛാ പ്ലീസ് അച്ഛാ, ഒന്ന് പറയടോ അച്ഛനോട്. ഇത് വീട്ടുകാരെയല്ല, ഓഫീസുകാരെയാ. എനിക്കൊന്നും പറയാനില്ല. എന്തിനായിരുന്നു ഈ നാടകമൊക്കെ? മക്കൾ തന്നോളം വളരുമ്പോ കോംപ്ലക്സ് ഉണ്ടായിട്ട് കാര്യമില്ല. ഹൈഹീൽഡ് ചെരുപ്പിട്ട് നടക്കാൻ തുടങ്ങിയപ്പോഴാണല്ലോ നിനക്ക് എന്നേക്കാൾ പൊക്കം വെച്ച് തോന്നി തുടങ്ങിയത്. അതുപോലെ ഒരു കോംപ്ലക്സ് മാത്രമാണ് അവന്റെ വളർച്ചയും. തന്നോളമായ മകനെ താനെന്ന് വിളിക്കാം, സാറേ എന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നിന്റെ കൈകൊണ്ട് തന്നെ ആയിക്കോട്ടെ എന്റെ രാജിയും. വാങ്ങിക്ക. അസുഖം മാറിയെന്ന് ആരാ പറഞ്ഞത്? കണ്ടില്ലേ കൊതുക് കത്തിച്ചു വെച്ചേക്കുന്നത്. അതെ, കൊതുക് ചത്ത് വീഴാതെ നോക്കിക്കോണേ. നിറയെ ചക്കര തന്നെ. എന്നാ കുറച്ച് അവലും മലരും തേങ്ങയും കൂടെ സംഘടിപ്പിച്ച വന്ന സ്ഥിതിക്ക് ഒരു ഗണപതി ഹോമം നടത്തിയെങ്കിലും പോവാം. കളിയാക്കണ്ട. തന്റെ ഗണപതി ഹോമത്തിന്റെ ഗുണം കൊണ്ടാ മേനോ സാറിന് രാജിവെച്ചത്. അച്ഛനിരുന്ന കസേരയിൽ അപ്പേട്ടൻ കയറിയിരിക്കുന്നു.
മാനേജിംഗ് എഡിറ്റർ. ഇരിക്കാനല്ലേ പറ്റൂ, എഴുതാൻ പറ്റില്ലല്ലോ. മേനു സാറ് എന്റെ കേരള പത്രത്തിന്റെ ചീഫ് എഡിറ്റർ ആവണം. എഡിറ്റോറിയൽ മാത്രം മതി. ഇവിടെ ഇരുന്ന് എഴുതി തന്നാ മതി. മലയാള ശബ്ദം എനിക്കൊരു പത്രം മാത്രമല്ല, എന്റെ തറവാട് കൂടിയാണ്. അറിയാം. തറവാട്ടിൽ നിന്ന് അങ്ങനെ ആരും പൊറുതി മാറില്ലല്ലോ. ഇനി ഞാൻ മറ്റൊരു പത്രത്തിൽ ജോലി ചെയ്യുന്ന പ്രശ്നമില്ല. വല്ലതും എഴുതിത്തരാം, അതേ എനിക്ക് പറ്റൂ. ഇതൊന്നും വേണ്ടിയിരുന്നില്ല അപ്പച്ചി, എനിക്കിതൊന്നും ഇഷ്ടല്ല. നീ ഇനി നിന്റെ കാര്യം മാത്രം ചിന്തിച്ചാ പോരല്ലോ, അപ്പന്റെ സ്റ്റാറ്റസ് കൂടെ നോക്കണം. അതൊക്കെ കഴുത്തി കിടക്കട്ടെ, എന്തിനാ ഊരി മാറ്റുന്നത്? പെൺകുട്ടികളുടെ ആഭരണം അവരുടെ സ്വഭാവം തന്നെയാ. അപ്പച്ചി, കല്യാണക്കുറി അടിച്ചോ? ഇന്ന് അടിച്ചു കിട്ടും. നിന്റെ വിവാഹം നടത്തിയ പോലെ വിഷ്ണുമായയുടെ മുമ്പിൽ ഇവൾക്കും പന്തലിടാം. നിയമസഭയും ഭരണാഭാസവും. മലയാള ശബ്ദത്തിന് വേണ്ടി ഞാൻ എഴുതിയ എഡിറ്റോറിയല, അത് അതിൽ അച്ചടിച്ച് വന്നില്ല. ഞാൻ എഴുതിയതൊന്നും ഇന്ന് വരെ അച്ചടിക്കാതെ വന്നിട്ടില്ല. വർക്കിയുടെ കേരള പത്രത്തിൽ അച്ചടിച്ചു വരണമെന്നായിരിക്കും. ആയിക്കോട്ടെ, ഞങ്ങൾക്കിത് മഹാഭാഗ്യമാണ്. മിസ്റ്റർ വർക്കി, നിങ്ങളുടെ പത്രത്തിന്റെ ഡിസ്കഷനും ബിസിനസ്സും ഒക്കെ നിങ്ങളുടെ ഓഫീസിൽ വെച്ച് ആയിക്കോണം. അമ്മേ, എന്താ അമ്മയ്ക്ക്? അച്ഛനും മോനും കൂടെ എന്നെ തോൽപ്പിക്കാൻ നോക്കുകയല്ലേ? നീ കാര്യം മനസ്സിലാക്കാനാണ് സംസാരിക്കുന്നത്. എനിക്കെല്ലാം മനസ്സിലായി. ഈ വീട്ടിൽ 2 പത്രം ഓഫീസ് പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. വരട്ടെ സാർ. ഈ വീട്ടിൽ നിന്ന് ഞാൻ മാറിത്തരണമെന്ന് പറയാൻ ഇതിൽ കൂടുതൽ നല്ല ഭാഷയില്ല, അല്ലേ മോനെ? ബുക്കിൽ നോക്കിയിരുന്ന നിനക്ക് എന്നെ കാണാതിരിക്കാനേ പറ്റൂ. എനിക്ക് നിന്നെ കാണാം. ഈ അകൽച്ച ഈ വീട്ടിൽ താമസിച്ചുകൊണ്ട് വേണ്ട എന്നെനിക്ക് തോന്നി. അതുകൊണ്ടാ മാറുന്നത്. ധർമ്മക്കഞ്ഞി കുടിച്ച് കഴിയേണ്ട പ്രായം എനിക്കായിട്ടില്ല. അറിഞ്ഞോ അറിയാതെയോ നീ എന്നോട് കാണിക്കുന്ന ഈ നിഷേധം, ഇത് സഹിച്ചിവിടെ കഴിയാനുള്ള വിശാല ഹൃദയമൊന്നും എനിക്കില്ല. മാറിയിരുന്ന് സ്വസ്ഥമായിട്ട് എഴുതാൻ ഞാനൊരു വീടെടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് 30 കിലോമീറ്ററേ ഉള്ളൂ. എപ്പോ വേണമെങ്കിലും വരാം. എനിക്ക് എഴുതണം, എഴുതാനേ എനിക്കറിയൂ. എഴുതാപ്പുറം വായിക്കാൻ എനിക്കറിയില്ല. മേനോൻ ഇറങ്ങല്ലേ? ആഹാരത്തിന്റെ കാര്യമൊക്കെ എങ്ങനെയാ? എനിക്ക് എന്തെങ്കിലും കഴിച്ചാൽ പോരെ? വർക്കി ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അനുവാദം ചോദിക്കാതിരുന്നത് അനാദരവായിട്ട് തോന്നരുത്. ചോദിച്ചാൽ തരില്ലെന്ന് എനിക്കറിയാം. എഴുത്ത് നടക്കട്ടെ, അതെവിടെയായാലും എന്താ? എഴുതാൻ കഴിഞ്ഞ അത് തന്നെയാ പുണ്യം. എന്റെ വിഷ്ണുമായേ, ഈ വീട്ടിൽ നിന്ന് ഞാൻ മാറിത്തരണമെന്ന് പറയാൻ ഇതിൽ കൂടുതൽ നല്ല ഭാഷയില്ല. യമുനെ, അച്ഛൻ വല്ലതും കഴിച്ചാണോ? യെസ്, കം ഇൻ. ഗുഡ് ഈവനിങ്. ഒരു മെമ്മോ ഉണ്ടായിരുന്നു. This is just an official formality. എംപ്ലോയ്മെന്റ് രജിസ്റ്ററിലെ റെക്കോർഡ്സ് എല്ലാം ഓർഡറിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരുടെ ക്വാളിഫിക്കേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രൂഫ് റീഡറായിട്ട് അവിടെ പോയി ഇരിക്കണമെന്നല്ല
റെക്കോർഡ്സിൽ അങ്ങനെ പറ്റൂ. മെമ്മോ റിസീവ് ചെയ്തതായിട്ട് ഈ രജിസ്റ്ററിലൊന്നും ഒപ്പിട്ടാൽ നിന്റെ അച്ഛൻ വീട്ടിൽ കൊണ്ടുകൊടുക്കണ മെമ്മോ ഞാൻ ആണെന്ന് വിചാരിച്ചടാ, bastard. Get out.